my dear exam winner family. കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ട്. ധാരാളം ചോദ്യങ്ങൾ ഈ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതിനെല്ലാം മാർക്ക് നമുക്ക് നേടണമെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് ഇത് പഠിക്കേണ്ടതുണ്ട്. കൂടാതെ ഈ വീഡിയോ മുഴുവൻ കാണുക, എന്നാൽ മാത്രമേ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ ബേസിക് കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെ ഒരു വാക്ക് എന്ന് പറയുന്നത് കൺസെപ്ഷൻ ആണ്. അതിന് നമ്മൾ ഉപഭോഗം എന്ന് പറയുന്നു. എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫുൾഫിൽ വൺസ് നീഡ്. ഇപ്പോൾ ഓരോരുത്തർക്കും പല ആവശ്യങ്ങളാണ്, എല്ലാവർക്കും പലതരം ആവശ്യങ്ങളുണ്ട് അല്ലേ. സാധനങ്ങളോടുള്ള ആവശ്യങ്ങളുണ്ട്, സേവനങ്ങളോടുള്ള ആവശ്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ നിറവേറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഉപഭോഗമെന്ന്. ആ ഒരു പ്രക്രിയ, നമ്മുടെ സേവനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നത്, ഇതിനെല്ലാം ഒരു പ്രക്രിയയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ പ്രക്രിയയെ പറയുന്നതാണ് കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കാശ് കൊടുത്തോ അല്ലെങ്കിൽ കാശ് കൊടുക്കാമെന്ന കരാറിലോ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളെ അല്ലെങ്കിൽ ഈ സേവനങ്ങൾ സ്വീകരിക്കുന്ന ആളെ നമ്മൾ കൺസ്യൂമർ എന്ന് വിളിക്കും, അഥവാ ഉപഭോക്താവ് എന്ന് വിളിക്കും. നമ്മളെല്ലാം ഒരു തരത്തിൽ ഉപഭോക്താക്കളല്ലേ. നമ്മൾ ഓരോ സാധനങ്ങളും വാങ്ങിക്കാറുണ്ട് അല്ലേ. നമുക്ക് എഴുതണം, അപ്പോൾ ഒരു പേന വാങ്ങിച്ചു അല്ലേ. ഒരു പുസ്തകത്തിൽ എഴുതണം, ഒരു പുസ്തകം വായിച്ചു, അപ്പോൾ നമ്മളൊക്കെ കൺസ്യൂമർമാരാണ്. ഇനി ഒരു സാധനമുണ്ട് മാർക്കറ്റ്, നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ. ചന്ത അല്ലെങ്കിൽ വിപണി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ കമ്പോളം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കാര്യം ഈ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നത് മുഴുവൻ ഈ ഒരു സ്ഥലത്ത് വെച്ചാ. അപ്പൊ സെല്ലേഴ്സും ബയേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ക്ലോസ് ലിങ്ക് സംഭവിക്കുന്നത് മാർക്കറ്റിൽ വെച്ചാ. ഇതാണ് ഈ ബേസിക് ചാപ്റ്ററിന്റെ ബേസിക് കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. നോക്കൂ, യൂട്ടിലിറ്റി ഈസ് ദ വോൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഓർ എ ഗുഡ്. നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു സേവനം വാങ്ങിയിട്ട് അത് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളൊരു ബാങ്കിങ് ഇടപാട് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് കഴിച്ചാൽ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി കിട്ടുമല്ലോ. ആ സംതൃപ്തിയെ ആണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. ദ എബിലിറ്റി ടു സാറ്റിസ്ഫൈ, ഈ ഒരു ഗുഡ്സോ സർവീസോ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ആ എബിലിറ്റിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പ്രകാരം നമ്മളുടെ ഈ ഉപയുക്തതയുണ്ടല്ലോ, യൂട്ടിലിറ്റി, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മളുടെ 1, 2, 3, 4 നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ വെച്ച് നമുക്ക് എത്രത്തോളം സംതൃപ്തി കിട്ടി എന്നുള്ളത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ധാരാളം ഡ്രോബാക്സ് ഉള്ള ഒരു തിയറി കൂടിയാണിത്. എന്നാലും ഇത് പരീക്ഷയ്ക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. നമ്മൾ ഈ എബിലിറ്റിയെ മെഷർ ചെയ്യുന്ന യൂണിറ്റിനെ വിളിക്കുന്നത് യൂട്ടിൽസ് എന്നാണ് കേട്ടോ. യൂട്ടിൽസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം നോക്കാം. നമ്മൾക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കേണ്ടത്. നമുക്ക് ഒരു ലഡ്ഡു കഴിക്കാൻ ആഗ്രഹം. ഓക്കെ, ഒരു ലഡ്ഡു കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലഡ്ഡു കഴിച്ചപ്പോൾ നമുക്കൊരു 10 സംതൃപ്തി കിട്ടി. യൂട്ടിലിറ്റി 10. ഓക്കെ, വളരെ സംതൃപ്തി കിട്ടി. രണ്ടാമതൊരെണ്ണം കൂടെ വാങ്ങി കഴിച്ചപ്പോൾ അത് കുറച്ച് കുറഞ്ഞു, 5 മാറി. പിന്നെ ഒരെണ്ണം കൂടെ കഴിച്ചപ്പോൾ അത് വീണ്ടും കുറഞ്ഞു, അത് 3 മാറി. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടെ കഴിച്ചു, അപ്പം എത്രയായി? 4. കഴിച്ചപ്പോഴേക്ക് 2 മാറി. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട് നമ്മളുടെ ആ താല്പര്യം എന്നുള്ളത് അല്ലേ. പക്ഷേ നമുക്ക് എത്ര മുഴുവൻ യൂട്ടിലിറ്റി കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ഈ യൂട്ടിലിറ്റി മൊത്തം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നോക്കൂ, ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ദാറ്റ് എ പേഴ്സൺ റിസീവ്സ് വെൻ ഹി കണ്ടിന്യൂസ്ലി കൺസ്യൂം. ഒരേ സാധനത്തിന് ലഡു വീണ്ടും കൺസ്യൂം ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള യൂണിറ്റുകളെ ഒക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടും. ഇത് എത്ര വരും? 15 + 5 20 നമ്മുടെ മൊത്തം ടോട്ടൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പം ഇതെന്താണ്? കുറഞ്ഞു ഓരോ തവണ സെയിം സാധനം കൺസ്യൂം ചെയ്യുമ്പോൾ ആ ഒരു യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ദാറ്റ് occurs 1 additional unit of commodity is consumed is called the marginal utility. ഇപ്പം ആദ്യം നമ്മൾ ഒരു 2 ലഡു തിന്നു അല്ലേ, 2 ലഡു തിന്നു, അപ്പം തന്നെ നമുക്കൊരു 15 യൂട്ടിലിറ്റി ആയി. ഒരെണ്ണൂടെ കഴിച്ചപ്പോഴേക്കും ടോട്ടൽ 18 യൂട്ടിലിറ്റി ആയി അല്ലേ. അപ്പോൾ ഈ ഒരു 18 നിന്നും 15 കുറയ്ക്കുമ്പോൾ നമുക്കൊരു 3 കിട്ടുന്നില്ലേ? അതാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റി. അതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു സാധനം കൂടെ അഡീഷണലി കഴിക്കുമ്പോൾ ആ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന മാറ്റത്തിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡ്രോബാക്സ് ഉള്ള തിയറി നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട് പരീക്ഷയ്ക്ക്. കാര്യം വേറൊന്നും കൂടെ ഉണ്ട്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണ്, ഓരോ വ്യക്തികളും ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്
ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ഫാന് നൽകുന്ന സംതൃപ്തി വളരെ കൂടുതലാണ്. എന്നാൽ ഒരു തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്ക് ഒരു ഫാൻ നൽകുന്ന സംതൃപ്തി കുറവായിരിക്കും. അപ്പോൾ എന്ത് മനസ്സിലാക്കുക, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണെന്നുള്ള കാര്യം. സോ ഇത്രയും കാര്യങ്ങൾ തിയറിറ്റിക്കലായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതുണ്ട്. കാര്യം മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാനുള്ളത് കൺസ്യൂമേഴ്സിന്റെ കുറച്ച് അവകാശങ്ങളെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് പലർക്കും കൺസ്യൂമർമാരെ പറ്റിക്കപ്പെടുന്നതായിട്ട് തോന്നാറുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ കൺസ്യൂമറെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിലും GST ബില്ല് വാങ്ങിക്കണം. ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും GST ബില്ല് വാങ്ങിക്കണം. അതാണ് നമ്മളൊരു ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ വരും, എങ്ങനെയൊക്കെ നമുക്ക് കൺസ്യൂമർമാരെ എഡ്യൂക്കേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം, ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു ഗുഡ്സോ വാങ്ങുമ്പോൾ, ഒരു സേവനമോ അല്ലെങ്കിൽ ഒരു വസ്തുവോ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ഒരു ബില്ല് സ്വീകരിക്കണം. പിന്നെയോ നമുക്ക് ഈ അവകാശങ്ങളൊക്കെ ഒരുപാട് പോരാട്ടങ്ങളിലൂടെയാണ് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ 1966 കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ മുംബൈയിൽ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടന്നു. അവർ ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. എന്താണ്? കൺസ്യൂമർമാരുടെ, അതായത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകൾ തടയുക, കൺസ്യൂമേഴ്സിനെ എംപവർ ചെയ്യുക, ശക്തരാക്കുക, ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, പിന്നെയോ പരസ്യങ്ങളുടെ ക്രെഡിബിലിറ്റി എൻഷുവർ ചെയ്യുക, ഉറപ്പുവരുത്തുക, പിന്നെ ധാരാളം പൊളിറ്റിക്കൽ ഫോറംസ് എല്ലാം ഇവർ മുന്നോട്ട് വെച്ചു. ചുരുക്കി പറഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ധാരാളം പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. അതൊന്ന് എൻ്റെ മക്കൾ നോക്കി വെക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 വന്നു. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൃത്യമായി നിലവിൽ വന്നു. ഇതിലൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? ഒരു സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, ഒരു പ്രത്യേക കോടതി സംവിധാനം കൺസ്യൂമർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ആ കൺസ്യൂമർ കോർട്ടുകളെ കുറിച്ചും കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിലൊരു ചെറിയ വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ, 1986 വന്ന ഈ നിയമത്തിൽ കൊമേഴ്സുകളെ കുറിച്ച്, ഇന്നത്തെ ഓൺലൈൻ വിപണികളെ കുറിച്ച് ഒന്നും പരാമർശിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു നിയമനിർമ്മാണം നടത്തി 2019. അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2019. അതിന് ധാരാളം സവിശേഷതകളുണ്ട്. മക്കൾ അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിച്ചിരിക്കും എന്നൊരു സാധനമാണ് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എന്തായാലും ചോദിക്കും. ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെയാണ്, എന്നാലും ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉപഭോക്താവിൻ്റെ ചില അവകാശങ്ങളുണ്ട്. ഒന്ന്, റൈറ്റ് ടു സേഫ്റ്റി, സുരക്ഷിതത്വത്തിനുള്ള അവകാശമുണ്ട്. തിരഞ്ഞെടുക്കാൻ, ഏത് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കണം എന്നുള്ള അവകാശമുണ്ട്. പ്രോഡക്റ്റുകളെ കുറിച്ച് കൃത്യമായ വിവരം ലഭിക്കാനുള്ള അവകാശമുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഉപഭോക്താവിന് ഈ പ്രോഡക്റ്റിനെ കുറിച്ചോ മാർക്കറ്റിനെ കുറിച്ചോ ഉള്ള അറിവ് നേടാനുള്ള അവകാശമുണ്ട്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഒക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ പഠിക്കുകയോ എന്ത് വെച്ചാൽ ചെയ്തോളൂ. ഇനി ഉപഭോക്തൃ കോടതികൾ, ഈ ഒരു സ്ട്രക്ചർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. ഉപഭോക്തൃ കോടതികളുടെ ഒരു ഘടന, അതുകൂടാതെ അവിടെ ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ് എടുക്കുന്നത്, എത്ര കോടിയുടെ കേസുകൾ വരെ ഓരോ കോടതികളിൽ വരും എന്നുള്ളത് നോക്കൂ. ഏറ്റവും മേലെ വരുന്നത് സുപ്രീം കോടതിയാണ്. അതിന് താഴെയിട്ട് ഏറ്റവും താഴെ വരുന്നത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോടതികൾ, അതിന് മേലെ സ്റ്റേറ്റ് കൺസ്യൂമർ കോടതികൾ, അതിൻ്റെ മേലെ നാഷണൽ കൺസ്യൂമർ കോടതികൾ, അതിൻ്റെ മേലെയായിട്ട് സുപ്രീം കോടതി എന്നുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ കേസുകൾ, നഷ്ടപരിഹാര തുക മാറുന്നതനുസരിച്ച് കേസുകൾ ഓരോരോ മേൽക്കോടതികളിലേക്ക് പോകും എന്നുള്ള കാര്യം നോക്കുക. ഈ സ്ട്രക്ചർ എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, കൂടാതെ കൺസ്യൂമർ കോർട്ടുകൾ 3 ലെവലിലുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചിലപ്പം വരും. എങ്ങനെയാണെന്നറിയാം? ഇപ്പോൾ ഒരാളുടെ പേര് വരും, ഏതെങ്കിലും ഒരു വ്യക്തി അയാളെ പല രീതിയിൽ ഒരു കമ്പനി കബളിപ്പിച്ചു, പറ്റിച്ചു. അയാൾക്ക് ആരെയെല്ലാം നീതിക്കായിട്ട് സമീപിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് അയാളെ പറ്റിച്ചതെങ്കിൽ ഇത്രയും സ്ഥാപനങ്ങളെ അയാൾക്ക് കോൺടാക്ട് ചെയ്യാം. ഹെൽത്ത് കെയർ, അയാൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് പറ്റിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആളുകളെ ആയിരിക്കണം അയാൾ കംപ്ലൈൻറ്റുകളായിട്ട് സമീപിക്കേണ്ടത്. പിന്നെ വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി വഞ്ചിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ കംപ്ലൈൻറ്റുകൾ നൽകാം എന്നുള്ളതിനെ കുറിച്ച്, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കുള്ള കാര്യങ്ങളാണ്. മക്കളൊന്നും നോക്കിയിട്ട് പോകണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ഒരു ഫോർമാറ്റിലാണ് ചോദിക്കുക. ഒരു വ്യക്തിയെ തന്നിട്ട് അയാൾ ഇന്ന രീതിയിൽ കബളിക്കപ്പെട്ടു, അതുകൊണ്ട് ഇയാൾക്ക് എങ്ങനെ നീതി വാങ്ങിക്കൊടുക്കാം,
പിന്നെ ഓൺലൈൻ തട്ടിപ്പിന് ആരെയൊക്കെ ആശ്രയിക്കണം, ബാങ്കിങ് രംഗത്ത് ബാങ്കിങ് ഫ്രോഡുകൾക്ക് ആരെല്ലാം ആശ്രയിക്കണം, എങ്ങനെയെല്ലാം ഇയാൾക്ക് ഇതെല്ലാം സമർപ്പിക്കാം. ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി. അതാണ് ബേസിക് കാര്യം. സോ ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി അഡീഷണൽ ആയിട്ടൊരു ചോദ്യം വരാനുള്ളത്, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ തന്നിട്ട് ഇതൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളാണ്, അവരുടെ ബന്ധപ്പെട്ട മേഖലകൾ അല്ലേ, അസോസിയേറ്റഡ് സെക്ടറുകൾ ഏതാണെന്നുള്ളതുകൂടെ ചിലപ്പം ചോദിച്ചേക്കാം. അതും കൂടെ മക്കളൊന്ന് സെറ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് മുഴുവൻ മാർക്ക് തന്നെ കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്റർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയല്ലോ. ഇനി പഠിക്കുക, മാർക്ക് വാങ്ങാനുള്ള ഒരു ഒറ്റ ചിന്ത മതി നമുക്ക്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മക്കളെ.